ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ അശ്വതി ജോഷി. ഇപ്പൊ നമ്മുടെ സെറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലെ? സെറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു. ഇപ്പോഴും കുട്ടികളുടെ ഒക്കെ സംശയമാണ്. എന്താ സംശയം? ഏത് പുസ്തകമാണ് ഞാൻ റെഫർ ചെയ്യേണ്ടത്? ഏത് പുസ്തകം, ഏത് ബുക്ക് വാങ്ങിച്ച് ഞാൻ പഠിക്കണം? ഇതിനെ ജനറൽ പേപ്പറിനെ ഒരു പ്രത്യേക പുസ്തകമായിട്ട് നിങ്ങൾക്ക് കിട്ടുമോ? എങ്ങനെ നിങ്ങൾ പഠിക്കണം? ഇപ്പൊ നിങ്ങൾ സിലബസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 10th ലെവലിലുള്ള കുറച്ച് പോർഷൻസ് പഠിക്കാനുണ്ട്. സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സ്കൂൾ പാഠപുസ്തകങ്ങൾ, അതായത് 10th ലെവലിലുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്താൽ മതി. നിങ്ങൾക്കറിയാം, എക്സാം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ അറിയാം കൃത്യമായിട്ട് അത് എത്രത്തോളം മാർക്കിന് ചോദിക്കുന്നുണ്ട് എന്ന്. അപ്പൊ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ അവിടെ ടൈമും കൊടുക്കാൻ പാടുള്ളൂ. ഇനി കേരള ഹിസ്റ്ററി, റെനേസൻസ് ഒക്കെ പഠിക്കണം അല്ലെ? അപ്പൊ കേരള ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് വേണമെങ്കിൽ ശ്രീധര മേനോന്റെ പുസ്തകം നോക്കാം. ഇന്ത്യൻ ഹിസ്റ്ററി വരുമ്പോ ശ്രീധര മേനോന്റെ പുസ്തകം നോക്കാം. ഇനി BA ഹിസ്റ്ററിയുടെ 4th സെമ്മിലെ ബുക്ക് റെഫർ ചെയ്യുന്ന കുട്ടികളുണ്ട്, അത് നോക്കാൻ സാധിക്കും. ഇന്ത്യൻ പൊളിറ്റി വരുന്ന സമയത്ത് ലക്ഷ്മികാന്ത് അല്ലെ? അതുപോലെ ശിവദാസ് സാറിന്റെ, പ്രൊഫസർ ശിവദാസ് സാറിന്റെ പുസ്തകമുണ്ട്. ഏതാണ്? റിനേസൻസ്. നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും അല്ലെ? അപ്പൊ അതുപോലെ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. ശ്രീവാസ്തവയുടെ പുസ്തകം നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇങ്ങനെ നമ്മൾ പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്യേണ്ടി വരും. ആർട്ട് ആൻഡ് കൾച്ചർ വരുമ്പോ അഗ്രവാളിന്റെ പുസ്തകമുണ്ട് അല്ലെ? അപ്പൊ ഒത്തിരി പുസ്തകങ്ങൾ നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ഇത്രയും പുസ്തകങ്ങളും വാങ്ങി പഠിക്കുമോ? ഇത്രയും ബുക്സും നിങ്ങൾ വാങ്ങി പഠിക്കുമോ? ഇത്രയും ബുക്ക് റെഫർ ചെയ്യുവാനുള്ള ടൈം നിങ്ങളുടെ മുന്നിലുണ്ടോ? ഇപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് 60 മാർക്കിനുള്ള ആദ്യ പാർട്ടുകൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത്രയും ബുക്ക് മാത്രമല്ല, നമുക്ക് കറണ്ട് അഫയേഴ്സ് പാർട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ പഠിക്കും? അതൊരു മൈക്രോ ഡോസിംഗ് ആണ് നിങ്ങൾക്ക് ആവശ്യം. അതായത് ഓരോ ദിവസവും നിങ്ങളുടെ പത്രവായനയിലൂടെ നിങ്ങൾ കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചെറുകുറിപ്പുകളായിട്ട് എഴുതി വെക്കുക അല്ലെ? അപ്പൊ ഇനി കമ്പ്യൂട്ടറിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പാഠപുസ്തകങ്ങളെ ആശ്രയിച്ചാൽ മതി. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. അപ്പൊ ഏത് കാര്യം പഠിച്ചു കഴിഞ്ഞാലും ഇപ്പൊ ഡീപ്പ് ലെവലിലാണ് എവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത്? സെറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അവിടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതാൻ പാകത്തിന് വേണം നിങ്ങൾ വായിക്കാൻ. അപ്പൊ ഇത്രയും ബുക്കുകൾ റെഫർ ചെയ്യുവാനുള്ള ടൈം ഒന്നും നമുക്കില്ല. നമ്മൾ സിലബസ് നോക്കുമ്പോൾ ഒരുപാട് വാസ്റ്റായിട്ട് കിടക്കും, നമ്മൾ പേടിക്കും. ഇനി 60 മാർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി 60 മാർക്കിന്റെ കാര്യം നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. BEdന് പഠിച്ചവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, മെത്തഡോളജി ഒക്കെ നിങ്ങൾക്ക് കയ്യിൽ നോട്ട്സും ബുക്സും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടാകും അല്ലെ? അപ്പൊ അതിനെ ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി. 60 മാർക്ക് അവിടെ ഉറപ്പിക്കാം. ഇപ്പോ ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിന് തന്നെ നെറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഭാഗത്തു നിന്നൊക്കെ റിസർച്ചിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഒരാൾ ഇരുന്ന് പഠിക്കുമ്പോൾ, ഒരു സ്റ്റുഡന്റ് ഇരുന്ന് പഠിക്കുമ്പോൾ ഇത്രയും ബുക്സ് ഒക്കെ റെഫർ ചെയ്ത് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ സയൻസിന്റെ ഭാഗത്ത് നിന്ന് ഫിസിക്സ് എടുക്കുവാണെങ്കിൽ ഫിസിക്സിന്റെ ഭാഗത്ത് നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്? നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ സെറ്റ് എക്സാമിന് വന്നു? അല്ലെങ്കിൽ മാത്സിന്റെ ഭാഗത്ത് നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വന്നു? ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വന്നു? അപ്പൊ അതിന് ഞാൻ എത്ര ടൈം പഠിക്കാൻ കൊടുക്കണം? ഇവിടെ CCയുടെ അധ്യാപകർക്ക് കൃത്യമായിട്ട് അറിയാം എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഏത് പാർട്ടാണ് ഇമ്പോർട്ടന്റ്, എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക, ഒരു സ്റ്റുഡന്റിന് എത്ര ടൈം ലൈവിന് അതിനു വേണ്ടി കൊടുക്കണം, അവർക്ക് പഠിക്കാൻ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ എത്രത്തോളം സമയം അതിന് കൊടുക്കണം, അത് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ തനിയെ പഠിക്കാൻ കഴിയില്ല എന്നുള്ളതല്ല, തനിയെ പഠിക്കാൻ കഴിയും. അത്രയും കാലിബറുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും തനിയെ പഠിച്ച് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിന് കഴിയാത്തവരാണെങ്കിൽ കൃത്യമായിട്ടും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ്, ടൈം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഷെഡ്യൂൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ സിലബസ് കാണുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ എത്രത്തോളം ടൈം എടുക്കും? ഒരു 10ാം ക്ലാസ്സിലെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ തന്നെ അതിന് എത്രത്തോളം സമയം എടുക്കും?
നിങ്ങൾ ടീച്ചേഴ്സ് ആണ്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടൈം എത്രത്തോളം ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? അതുപോലെ തന്നെയാണ് ഓരോ മൊഡ്യൂൾസ് എടുക്കുമ്പോഴും അതിനുള്ളിലുള്ള പാർട്ട് പഠിക്കാൻ എടുക്കുന്ന ടൈം. അപ്പൊ ബുക്സ് എല്ലാം ചോദിച്ചവരോട് എനിക്കിതാണ് പറയാനുള്ളത്. ഒരുപാട് ബുക്സുകൾ നമുക്ക് അവൈലബിൾ ആണ്, ചുറ്റുപാടും ഒരുപാട് ബുക്സ് ഉണ്ട്. പക്ഷേ ഇത്രയും ബുക്സിനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് റെഫർ ചെയ്ത് പഠിക്കുവാനുള്ള ടൈം, നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്ത് പഠിക്കുവാനുള്ള ടൈം നമ്മുടെ മുന്നിൽ കുറവാണ്. ഇപ്പൊ അടുത്ത സെറ്റ് എക്സാമിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പൊ 2026 മാർച്ച് ആയി അല്ലെ? ഇപ്പൊ മാർച്ച് ലാസ്റ്റ് ആവുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും? നമ്മുടെ അടുത്ത റിസൾട്ട് വരും അല്ലെ? റെക്ടിഫൈഡ് ആൻസർ കീ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ റിസൾട്ട് വരും. അത് കഴിഞ്ഞ് ജൂൺ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ അടുത്ത സെറ്റ് എക്സാം വിളിക്കും. ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ്, കഴിഞ്ഞ പ്രാവശ്യം ഓഗസ്റ്റിലായിരുന്നു എക്സാം, 24-നായിരുന്നു എക്സാം. അതുപോലെയാണെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ് ആ മന്തില് എക്സാം കാണും. എത്ര ദിവസം കാണും? എത്ര ദിവസം ഉണ്ട് എന്നുള്ളതല്ല, ഒരാൾ ഒരു ദിവസം എത്ര ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനാണ് കാര്യം. എല്ലാ ദിവസവും എല്ലാവർക്കും ടൈം ഒരുപോലെ ആയിരിക്കില്ല അല്ലെ? പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളും ഉണ്ടാകും. ചില ദിവസങ്ങളിൽ പഠിക്കാൻ കഴിയാത്ത ദിവസങ്ങളും ഉണ്ടാകും. അപ്പൊ ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എത്രത്തോളം ടൈം അതിന് കൊടുക്കണം എന്ന് നോക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിളിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഒരുപാട് പുസ്തകങ്ങൾ വലിച്ചു വാരി കൂട്ടി ഫ്രണ്ടിൽ വെച്ച് പഠിച്ചിട്ട് കാര്യമില്ല. എന്ത് പഠിക്കണം എന്ന് അറിഞ്ഞ് പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമേ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുള്ളൂ. ഇവിടുത്തെ അധ്യാപകർക്ക്, CCയുടെ കാര്യം പറയുകയാണെങ്കിൽ CCയുടെ അധ്യാപകർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഏത് ഭാഗത്തുനിന്ന് എന്ത് വരും, എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ പഠിച്ചാൽ ഒരു സ്റ്റുഡന്റ് സെറ്റ് ക്രാക്ക് ചെയ്യും എന്നുള്ളത് കേട്ടോ. അപ്പൊ അടുത്ത സെറ്റ് എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കൃത്യമായിട്ട് പഠിക്കാൻ. അപ്പൊ നമ്മൾ CCയിൽ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, സെറ്റ് എക്സ്ട്രാ 5.0. അപ്പൊ അതിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരെ കൃത്യമായിട്ട് പഠിക്കുക. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ഏകദേശം 400-ലധികം ലൈവ് ക്ലാസ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ PYQ ഡിസ്കഷൻ വളരെ വ്യക്തമായിട്ട് ഓപ്ഷൻസിലൂടെ ടീച്ചർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു മെന്റർ ഉണ്ടാകും. ആ മെന്ററിനോട് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മോക്ക് ടെസ്റ്റ്, വീക്ക്ലി വരുന്ന എക്സാംസ് എഴുതാതിരിക്കരുത്, കൃത്യമായിട്ടും എഴുതുക. അവസാനം ബൂസ്റ്റർ ബാച്ചോടനുബന്ധിച്ച് നമ്മളൊരു ഏകദേശം ഒരു 15 എക്സാം നടത്തിയിരുന്നു. അതായത് 10 ജനറൽ പേപ്പറിന്റെ എക്സാമും, അതായത് നിങ്ങളുടെ സെറ്റ് എക്സാം എഴുതുന്ന അതേ പാറ്റേണിൽ തന്നെയായിരുന്നു. സബ്ജക്റ്റിന് 5 എക്സാമും, അങ്ങനെ 15 എക്സാംസ് ആണ് ചേർത്തുകൊണ്ട് കുട്ടികൾ എഴുതിയത്. വെറുതെ എഴുതിയാൽ മതിയോ? വെറുതെ എഴുതാൻ ഞങ്ങൾ ആരോടും പറയില്ല. CCയുടെ ഈ 15 എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യും എന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്തുകൊണ്ട്? പഠിക്കാതെ എഴുതുന്ന ആർക്കും ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. പഠിച്ച് സെറ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ 15 എക്സാംസ് എഴുതി അഗ്രിഗേറ്റ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്ന് ഒരു സ്റ്റുഡന്റിനെ വ്യക്തമായി ബോധ്യപ്പെടുത്തും. അതാണ് CC ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.